നമസ്കാരം. അമേരിക്കയും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ എത്തി നിൽക്കുന്നത് യുദ്ധം നിർത്തിയതിന് ശേഷമുള്ള ചർച്ച അലസിപ്പിരിഞ്ഞ ഒരു അവസ്ഥയിലാണ്. യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായിട്ട് ചർച്ച നടത്തുന്നത്? നമ്മുടെ മുമ്പിലേക്ക് വരുന്ന വാർത്തകളൊക്കെ ശരിയാണെന്നുണ്ടെങ്കിൽ ട്രംപിനെ സംബന്ധിച്ച് ഇറാനുമായിട്ട് ചർച്ച നടത്തേണ്ട കാര്യമൊന്നുമില്ല. അമേരിക്ക ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ രാജ്യമാണ്. ഇറാനോട് ചുമ്മാ കൽപ്പിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്തെങ്കിലേ പറ്റൂ, ഇത് ഞങ്ങളുടെ ഏകപക്ഷീയമായ തീരുമാനമാണ്, അതനുസരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ രാജ്യം ഞങ്ങൾ തകർക്കും. ഇത്തരത്തിൽ മിലിറ്ററി ആക്ഷനിലൂടെ ഇറാനെ തങ്ങളുടെ വരുതിക്ക് കൊണ്ടുവരാൻ ട്രംപിന് സാധിക്കുമെങ്കിൽ എന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഇറാനുമായിട്ട് ചർച്ച നടത്തുന്നത്? മൂന്നാം വട്ടമാണ് ട്രംപ് ഇറാനുമായിട്ട് ചർച്ച നടത്തുന്നത്. ആദ്യമൊക്കെ മീഡിയേറ്റേഴ്സ് വഴിയായിരുന്നു ചർച്ചയെങ്കിൽ ഏറ്റവും ഒടുവിൽ പാകിസ്ഥാനിൽ നടന്ന ചർച്ച അമേരിക്ക തന്നെ നേരിട്ട് ഇറാനുമായിട്ട് നടത്തിയ ചർച്ചയാണ്. എന്ന് പറഞ്ഞാൽ ഇറാനുമായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കൂടുതൽ അടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അമേരിക്കയും ഇറാനും ഒരു മേശയുടെ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സംസാരിക്കുന്ന തലത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. ഞാൻ നേരത്തെ നിങ്ങളുമായിട്ട് പങ്കുവച്ച ഒരു കാര്യമാണ്, ഈ യുദ്ധം യഥാർത്ഥത്തിൽ ഇറാനും അമേരിക്കയും തമ്മിലല്ല, മറിച്ച് ട്രംപും ഇല്യൂമിനാറ്റികളും തമ്മിലാണ്. ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യമിടുന്നത് ഇറാനിലൂടെ വളരെ വലിയ ഒരു ലോകമാറ്റമാണ്. നിലനിൽക്കുന്ന ലോകക്രമത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ഭരിക്കുന്ന അവിടുത്തെ ഡീപ് സ്റ്റേറ്റിൻ്റെ കരുത്ത് കുറേശ്ശെ ഇല്ലാതാക്കി അവരുടെ കൈകളും ചിറകുകളും വെട്ടിയെറിഞ്ഞ് അവരെ മൃതപ്രായമാക്കണം എന്നുള്ള ചിന്തയാണ് ഡൊണാൾഡ് ട്രംപിനുള്ളത്. അതിനുവേണ്ടി അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും അമേരിക്കൻ ജനതയ്ക്ക് പോലും ഇഷ്ടപ്പെടുന്നവയായിരിക്കണമെന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ളത് ഒറ്റ ഒരു ലക്ഷ്യം മാത്രമാണ്, അമേരിക്ക ലോകരാജ്യങ്ങൾക്ക് ഒരു ഭീഷണിയായിട്ട് നിലനിൽക്കാൻ പാടില്ല. അമേരിക്കയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റ് ലോകരാജ്യങ്ങളെ ഭയപ്പെടുത്തുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന, അമേരിക്കയെ അവിടെ ഇരുന്നു കൊണ്ട് നിയന്ത്രിക്കുന്ന, ഇസ്രായേലിലൂടെ മിഡിൽ ഈസ്റ്റ് മുഴുവൻ സ്വന്തമാക്കി അവിടെ മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഇല്യൂമിനാറ്റികളുടെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ കൈകളിൽ നിന്നും ലോകത്തെ രക്ഷപ്പെടുത്താം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തങ്ങളും അദ്ദേഹത്തിൻ്റെ ആ പൊസിഷനിൽ ഇരുന്നു കൊണ്ടുള്ള സംസാരവും എല്ലാം തന്നെ ഈ പ്രശ്നത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലും സംസാരങ്ങളിലുമൊക്കെ ചില വൈരുദ്ധ്യതകളൊക്കെ തോന്നും. പക്ഷേ ഉള്ളിലിരിക്കുന്നത് അതേപടി പുറമേ പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഏതൊരു വ്യക്തിക്കും സംഭവിക്കുന്ന അപാകതകൾ മാത്രമാണ് അത്. പക്ഷെ അദ്ദേഹത്തിനറിയാം അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന്. ട്രംപ് 2 ആഴ്ചത്തേക്ക് ഇറാനുമായിട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് നമുക്കറിയാം. അദ്ദേഹം തുടരെ ഇറാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന അതിൻ്റെ ഇടയിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിലാണ് വെടിനിർത്തൽ പ്രഖ്യാപനം വരുന്നത്. ഇറാൻ്റെ കുടിവെള്ള സംഭരണികളും അതുപോലെ തന്നെ അവരുടെ വൈദ്യുതി നിലയങ്ങളും എല്ലാം ഞങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് തകർക്കും എന്ന് അദ്ദേഹം കുറേയേറെ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇറാൻ ഇതിനെ നേരിടാൻ വേണ്ടി തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഭാഗത്ത് പേടിയൊന്നുമില്ലാതെ നിലനിൽക്കുകയുമായിരുന്നു. എന്നാൽ അവസാന നിമിഷത്തിൽ ട്രംപ് നാടകീയമായിട്ട് 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. തുടർന്നാണ് പാകിസ്ഥാനിൽ ചർച്ച നടന്നത്. പാകിസ്ഥാനെയും ഇറാനെയും തമ്മിൽ ലിങ്ക് ചെയ്യിക്കുന്ന ഒരു ഘടകമായിട്ട് അമേരിക്ക മാറിയിട്ടുണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ ന്യായമായിട്ടും സംശയിക്കാം. അപ്പോൾ ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു അടുപ്പം, അല്ലെങ്കിൽ ഇറാൻ്റെ കാര്യത്തിൽ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിക്കാൻ ഇറങ്ങിയത് വളരെ വലിയ ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ കൂടി സൂചനയായിട്ട് നമുക്ക് കാണാം. കാരണം ഒരു ന്യൂക്ലിയർ പവറുമായിട്ട് ഇറാൻ ഏകദേശം കൈകോർക്കുന്ന ഒരു തലത്തിലേക്ക് എത്തുകയാണ്. അതിന് അമേരിക്കയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയേറ്ററായിട്ട് മാറിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ട്രംപിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇല്യൂമിനാറ്റികളുടെ ലക്ഷ്യത്തിൻ്റെ നേരെ എതിർ ലക്ഷ്യമാണ്. അതായത് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. ബാക്കി എല്ലാ രാജ്യങ്ങളെയും അവർക്ക് നിസ്സാരമായിട്ട് അവരുടെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റും. എന്നാൽ ഇറാൻ അവർക്ക് എന്നും ഒരു പ്രശ്നമാണ്. മാത്രമല്ല
ഇറാൻ്റെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ഹോർമോസ് കടലിടുക്ക്. ഇറാൻ ഇവരുടെ വരുതിക്ക് നിൽക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ ഹോർമോസ് കടലിടുക്ക് അവർ നിയന്ത്രിക്കുകയും അതുവഴിയുള്ള കപ്പൽ ഗതാഗതവും എണ്ണ വ്യാപാരവുമെല്ലാം അവർ കൺട്രോൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഇറാൻ തുടങ്ങിയെന്ന് പറയപ്പെടുന്ന ടോൾ പിരിക്കൽ അവരാരംഭിക്കുകയും ചെയ്യും. അതായത് ഇല്യൂമിനാറ്റികളുടെ 100% കൺട്രോളിൽ മിഡിൽ ഈസ്റ്റ് വരികയും ഇറാൻ്റെ കൈപ്പിടിയിലുള്ള ഹോർമോസ് അവരുടെ കൈപ്പിടിയിൽ എത്തുകയും ചെയ്യും. അങ്ങനെയാണ് അവർ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പ്രൊജക്റ്റ് മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വലുതാകുക എന്നുള്ളതല്ല, അവരുടെ സ്വാധീനത്തിലാവുക, മിഡിൽ ഈസ്റ്റ് മുഴുവനും അവരുടെ കൺട്രോളിൽ വരിക. അവിടെ നിന്ന് എണ്ണ കുഴിച്ചെടുക്കുന്നത് അവരാണ്, അവിടെ നിന്നും എണ്ണ കടത്തിവിടുന്നത് അവരാണ്. എണ്ണയുടെ സമ്പൂർണ്ണ നിയന്ത്രണം, ഈ ലോകത്തെവിടെയുമുള്ള ഓയിലിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണം തങ്ങളുടെ കൈപ്പിടിയിൽ വരാൻ വേണ്ടി അവർ ഇറാനെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ പക്കലുള്ള എണ്ണയും ഇറാൻ ഭരിക്കുന്നത് അവരുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഭരണകർത്താക്കളാണെങ്കിൽ അവരുടെ കൈകളിലേക്ക് പോവുകയും അങ്ങനെ മിഡിൽ ഈസ്റ്റ് മുഴുവനും ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ സ്വത്തായിട്ട് മാറുകയും ചെയ്യും. അറബ് രാജ്യങ്ങൾക്ക് അതേക്കുറിച്ച് അറിയാം എന്നാണ് എൻ്റെ ധാരണ. പക്ഷേ അവർക്ക് അവരെ എതിർക്കാനുള്ള കഴിവില്ല. അമേരിക്ക അവിടെ വന്നിട്ട് താവളങ്ങൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങളെ സഹായിക്കാനൊന്നുമല്ല, മറിച്ച് അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് എപ്പോഴാണോ അവർ അത് സാധിച്ചെടുക്കുന്നത് ആ സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. എന്നാൽ അമേരിക്കയുടെ സെക്യൂരിറ്റിയിൽ തങ്ങൾക്ക് വലിയ രക്ഷയൊന്നുമില്ല എന്നുള്ളത് ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് മനസ്സിലായി. കാരണം ഇറാൻ്റെ ആക്രമണം അവിടേക്ക് ചെന്നപ്പോൾ അവരിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ ഈ പറയുന്ന പട്ടാളക്കാർക്കും നേവൽ ബേസുകൾക്കും ആർമി ബേസുകൾക്കും ഒന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ലക്ഷ്യമിടുന്നത് അമേരിക്കയെ, അതായത് ഇല്യൂമിനാറ്റികളുടെ കൺട്രോളിലുള്ള അമേരിക്കയെ മിഡിൽ ഈസ്റ്റിൽ ദുർബലപ്പെടുത്തുക എന്നതാണ്. അമേരിക്കയുടെ അവിടെയുള്ള സ്ഥാപനങ്ങളും അവിടെയുള്ള നേവൽ ബേസുകളും ഒക്കെ ഇറാൻ ആക്രമിച്ച് തകർക്കുമ്പോൾ യഥാർത്ഥത്തിൽ തളരുന്നത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യമല്ല, മറിച്ച് അമേരിക്കയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ച് അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് പിന്നിലിരുന്നു കൊണ്ട് രസിക്കുന്ന ഇല്യൂമിനാറ്റീസാണ്, അല്ലെങ്കിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റാണ്. അവർക്ക് മിഡിൽ ഈസ്റ്റിലുള്ള ഗ്രിപ്പ് ഇപ്പോൾ തന്നെ ഏതാണ്ട് പകുതിയിലേറെ നഷ്ടമായി കഴിഞ്ഞു. ഇപ്പോൾ ഈ വെടിനിർത്തൽ അമേരിക്ക കൊടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു എഗ്രിമെൻറ്റിൽ അവർ എത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇറാനെ സഹായിക്കാനാണെന്ന് തന്നെയാണ് എൻ്റെ അനുമാനം. അതായത് ഈ 2 ആഴ്ചത്തെ സമയം കൊണ്ട് ഇറാന് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹോർമോസ് കടലിടുക്ക് അവരുടെ കൺട്രോളിലാണ്. അതുവഴി മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ കപ്പലുകളോ ആയുധ കപ്പലുകളോ പോകാൻ പാടില്ല എന്നും അങ്ങനെ പോയി കഴിഞ്ഞാൽ അവയ്ക്ക് നേരെ നടപടി ഉണ്ടാകുമെന്നും വ്യക്തമായിട്ട് IRGC പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇറാന് വേണ്ട ആയുധങ്ങൾ, അതായത് ഇനിയും അങ്ങോട്ടുള്ള യുദ്ധത്തിന് വേണ്ടി ഇറാന് വേണ്ട ആയുധങ്ങൾ സുഗമമായിട്ട് എത്തേണ്ടിടത്ത് നിന്നും അങ്ങോട്ടേക്ക് എത്താനും, അതുപോലെ തന്നെ അവർക്ക് അവരുടെ തന്നെ രാജ്യത്തുള്ള പ്രൊഡക്ഷൻ, മിസൈലിൻ്റെയും ഡ്രോണുകളുടെയും പ്രൊഡക്ഷനൊക്കെ കൂട്ടാനും ഇനിയൊരു യുദ്ധം വരുമ്പോൾ, അതായത് ഇനിയും അമേരിക്കയും ഇറാനും തമ്മിൽ അത്തരത്തിലുള്ള ചർച്ച നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേൽ ഇടപെടും. ഇസ്രായേൽ വീണ്ടും ഇറാനെ ആക്രമിക്കും. കാരണം നെതന്യാഹുവിന് ഇല്യൂമിനാറ്റീസിൻ്റെ, അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഓർഡർ എത്തും. അവർ പറയുന്നത് അതേപടി അനുസരിക്കാതെ ഇരിക്കാൻ, അല്ലെങ്കിൽ അവർ പറയുന്നതിന് എതിര് നിൽക്കാൻ ഒരിക്കലും നെതന്യാഹുവിന് കഴിയില്ല. അങ്ങനെ അയാൾ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ കാര്യം പോക്കാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അയാൾക്ക് ആക്രമിച്ചേ പറ്റുകയുള്ളൂ. അയാൾ ആക്രമിക്കും. അങ്ങനെ ആക്രമിച്ചാൽ ആ സമയത്ത് ഇറാനിലൂടെ ട്രംപ് ഇസ്രായേലിൻ്റെ പത്തി അടിച്ചു താഴ്ത്തും. നിങ്ങൾ നോക്കണം, ഇനിയും ഉറപ്പായിട്ട് യുദ്ധമുണ്ടാകും. ആ യുദ്ധത്തിൽ ഇസ്രായേലിനെ സമ്പൂർണ്ണമായിട്ടും ട്രംപ് തകർക്കുന്നത് ഇറാനായിരിക്കും. പക്ഷേ ഇറാനിലൂടെ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇറാൻ അങ്ങനെ ചെയ്യാനുള്ള സപ്പോർട്ടും സാഹചര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് ട്രംപായിരിക്കും. കാരണം ഇസ്രായേൽ തകർന്നു കഴിഞ്ഞാൽ ഇല്യൂമിനാറ്റികളുടെ വളരെ വലിയൊരു തകർച്ചയായിരിക്കും അത്. അവർ മിഡിൽ ഈസ്റ്റ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നതും മിഡിൽ ഈസ്റ്റ് മുഴുവൻ തങ്ങളുടെ കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുന്നതുമെല്ലാം ഇസ്രായേലിലൂടെയാണ്. ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇല്ലാതായി കഴിഞ്ഞാൽ, അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം തകർന്നു കഴിഞ്ഞാൽ പിന്നീട് അത് കെട്ടിപ്പൊക്കിക്കൊണ്ട് വരണമെങ്കിൽ വർഷങ്ങളെടുക്കും. പക്ഷേ അതിനോടകം മറ്റൊരു കാര്യം മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കും. മിഡിൽ ഈസ്റ്റ് മുഴുവൻ ഇറാൻ്റെ കൺട്രോളിലാകും. അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ പഴയ പ്രതാപത്തിലേക്ക് വന്ന് ഇറാൻ്റെ കരുത്തിൽ നിലനിൽക്കുന്ന ഒരു മേഖലയായിട്ട്, അല്ലെങ്കിൽ ഇറാൻ്റെ നിയന്ത്രണത്തിൽ നിലനിൽക്കുന്ന ഒരു മേഖലയായിട്ട് മിഡിൽ ഈസ്റ്റ് മാറും. അല്ലെങ്കിൽ ട്രംപ് അതിനെ മാറ്റും. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ പുറമേ കണ്ടുകൊണ്ടിരിക്കുന്നത്
അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള അടിയൊഴുക്കുകളാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇലുമിനാറ്റീസും തമ്മിലുള്ള ഒരു നേർക്ക് നേരെയുള്ള യുദ്ധമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ഒറ്റയടിക്ക് ഇസ്രായേലിനെ പിണക്കാനോ ഇസ്രായേലിനെ ഇല്ലാതാക്കാനോ ട്രംപിന് പറ്റില്ല. അതിനുള്ള ഒരു സാഹചര്യം ഗ്രാജുവലായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഇറാനുമായിട്ട് 2 ആഴ്ചത്തെ വെടിനിർത്തൽ ട്രംപ് പ്രഖ്യാപിച്ചപ്പോൾ അത് നെതന്യാഹുവിനെ അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ വാർത്തകളിൽ വായിച്ചത്. അത് നെതന്യാഹുവിന് വളരെ ഒരു ക്ഷീണമായിട്ട് മാറി. അയാൾ ചോദിച്ചൊന്നുമില്ല, ട്രംപ് ഡയറക്റ്റ് 2 ആഴ്ചത്തേക്ക് ഇനി യുദ്ധമുണ്ടാകില്ല എന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. അതിൻ്റെ ദേഷ്യത്തിനാണ് നെതന്യാഹു ലെബനോനിൽ പോയിട്ട് കുറേ ബോംബ് വാരിയിട്ടത്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിന് അനുസരിക്കേണ്ടി വരും. എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ഇസ്രായേൽ അത് തെറ്റിച്ചാൽ ട്രംപിനെ സംബന്ധിച്ച് പിന്നീട് ആ ഒരൊറ്റ കാരണം മതിയാവും ഇറാന് ഡയറക്റ്റ് സപ്പോർട്ട് കൊടുക്കാൻ. അങ്ങനെ ഒരു സാഹചര്യം ഇസ്രായേൽ ഉണ്ടാക്കില്ല. പക്ഷേ അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടത്തുമ്പോൾ ആ ചർച്ചയുടെ ഇടയിൽ അത് അലസിപ്പിക്കാൻ വേണ്ടി അവർ എന്തും ചെയ്യും, എന്തും ചെയ്യാൻ പഠിക്കത്തില്ല. അങ്ങനെ മൂന്നാമതൊരു തവണ കൂടി ഇസ്രായേൽ ചെയ്താൽ അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇറാനിലൂടെ ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനെ തീർക്കും. ട്രംപിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാനോ ഇസ്രായേലോ അല്ല, മറിച്ച് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് അമേരിക്കൻ സർക്കാരിലൂടെ ലോകത്തെ മൊത്തം നിയന്ത്രിക്കുന്ന ഈവിൾ ഫോഴ്സസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമമാണ് യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയെ അദ്ദേഹം, അതായത് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയെ അദ്ദേഹം ശരിക്കും നാണം കെടുത്തുന്നുണ്ട്. അമേരിക്കയുടെ സർവ്വലോകാധിപത്യമൊക്കെ ഒന്നുമില്ല എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാകത്തക്ക തരത്തിലാണ് അദ്ദേഹം യുദ്ധത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ കാണുന്ന ലോകമല്ല യഥാർത്ഥത്തിലുള്ള ലോകം. ഇതിൻ്റെ അടിയിൽ വളരെ വലിയ അണ്ടർ കറൻസ് ഉണ്ട്. അതിനെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന അമേരിക്കൻ ഡീപ് സ്റ്റേറ്റാണ്. അവരുടെ കൈകളും കാലുകളും തകർക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. അവരുടെ കൈപ്പിടിയിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. എന്നാൽ അവരുടെ കൈപ്പിടിയിൽ നിന്നും അമേരിക്കയെ മാത്രമല്ല ലോകത്തെ മുഴുവൻ രക്ഷപ്പെടുത്തി എടുക്കണം എന്ന് പ്രതിജ്ഞ എടുത്തിട്ടുള്ള ഒരു പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പല വഴികളും ആ ലക്ഷ്യം നേടാൻ വേണ്ടി പല വേറിട്ട വഴികളും സ്വീകരിക്കും. അതിലുള്ള ഒരു വഴിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇറാൻ ഇസ്രായേൽ യുദ്ധം. ട്രംപ് യഥാർത്ഥത്തിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അദ്ദേഹത്തിന് പ്രത്യക്ഷമായിട്ട് അത് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ഇറാനുമായിട്ട് ചർച്ച നടത്തി മുമ്പോട്ട് പോകുന്നത് തന്നെ ഇറാൻ്റെ മേലുള്ള ഉപരോധങ്ങൾ നീക്കി ഇറാനെ ശക്തിപ്പെടുത്താനാണ്. എന്നാൽ ഒരു കാരണവശാലും ശരി അത് സാധിക്കാൻ ഞങ്ങൾ അനുവദിക്കത്തില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഡീപ് സ്റ്റേറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഡീപ് സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങളെ ഏത് തരത്തിൽ ട്രംപ് മറികടക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്തായാലും ശരി, ഒരു കാര്യം ഉറപ്പാണ്, ഇനിയും ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ ആ യുദ്ധത്തിൽ ഇസ്രായേലിനെ തീർക്കാൻ വേണ്ട സകല സാമഗ്രികളും കരുതി വെക്കാനുള്ള, അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്താനുള്ള ഒരു ഇൻ്റർവെൽ മാത്രമാണ് ഈ 2 ആഴ്ചത്തെ വെടിനിർത്തൽ. താങ്ക് യു.